ഹലോ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്റർ 650യുടെ സൈലൻസർ ഗ്യാസ്കറ്റ് ചേഞ്ചിങ് ആണ്. നമ്മൾ 2-3 വട്ടം ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഊരുമ്പോൾ പാക്കിങ് ഡാമേജ് വരും. അങ്ങനെ സൗണ്ട് ലീക്കും അതുപോലെ എക്സോസ്റ്റ് വൈബ്രേഷനും വരും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 125 ആണ്. നമുക്ക് ഫിറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എക്സോസ്റ്റ് കവറിങ്ങിൻ്റെ അടിയിലുള്ള നെറ്റ് ഊരണം. എന്നിട്ടിങ്ങനെ സ്ലൈഡ് ചെയ്ത് റിമൂവ് ചെയ്യണം. അടുത്ത് എക്സോസ്റ്റ് ബെഞ്ചിലേക്ക് വരുന്ന നെറ്റ് ലൂസ് ചെയ്യണം. എന്നിട്ട് എക്സോസ്റ്റ് മൗണ്ട് നട്ട് റിമൂവ് ചെയ്യണം. ഗാസ്കറ്റ് കംപ്ലൈൻ്റ് ആകുമ്പോൾ ഇവിടെ ഇതുവഴിയാണ് ലീക്ക് വരുന്നത്. എക്സോസ്റ്റ് വൈബ്രേഷനും വരും, കറക്റ്റ് ഫിറ്റായിട്ട് ഇരിക്കത്തില്ല. ഇതിൻ്റെ സൗണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ കമ്പാരിസൺ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടാം. ഈ ബോൾട്ട് ഊരിയിട്ട് റിങ് പുറത്തെടുക്കണം. എന്നിട്ട് പഴയ ഗ്യാസ്കറ്റ് റിമൂവ് ചെയ്യണം. ഓൾഡ് ഗ്യാസ്കറ്റ് റിമൂവ് ചെയ്യാൻ പ്ലെയർ യൂസ് ചെയ്യാം. എൻ്റെ ഈ പ്ലെയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്ക്രൂ ഡ്രൈവറാണ് യൂസ് ചെയ്തത്. ഒരു വട്ടം ന്യൂ ഗ്യാസ്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇതിൽ കാണുന്നത് പോലെ മാത്രമേ എടുക്കാൻ പറ്റൂ. ഓൾഡ് ഗ്യാസ്കറ്റ് ഇളക്കിയതിന് ശേഷം കമഴ്ത്തി വെച്ച് തട്ടിയാൽ ആ പൊടിയെല്ലാം താഴേക്ക് പോകും. എക്സോസ്റ്റിൻ്റെ ഈ ഭാഗം കുറച്ച് വലുതാക്കാൻ മാത്രമേ പുതിയ ഗാസ്കറ്റ് ഇടാൻ പറ്റത്തുള്ളൂ. പുതിയ ഗാസ്കറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഊരി വെച്ച റിങ് ഇതിലേക്ക് തിരിച്ചിടുക. ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കണം. പഴയ നെട്ട് റസ്റ്റ് ആയതുകൊണ്ട് പുതിയ നെട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഇടുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ എക്സോസ്റ്റ് ഫിറ്റ് ചെയ്യുക. എല്ലാ നെട്ടുകളും ഇടുക. എല്ലാ നെട്ടും ടൈറ്റ് ചെയ്യുക. നമ്മളെ ഊരിയ കവർ തിരിച്ച് ഫിറ്റ് ചെയ്യുക. നമ്മൾ സെക്കൻഡ് എക്സോസ്റ്റും ഊരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കുറച്ച് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഇതിൽ കൂടെ സൗണ്ട് ഡിഫറൻസ് എത്രയും അറിയാൻ പറ്റും എന്നറിയില്ല. വണ്ടിയുടെ സൗണ്ട് കുറച്ചുകൂടെ സ്മൂത്തായി. എക്സോസ്റ്റ് വൈബ്രേഷൻ ഇപ്പോൾ ഇല്ല.
ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വണ്ടി അഴുക്കായിരിക്കുന്നത് കണ്ടു. സോ ഒന്ന് വാഷ് ചെയ്തേക്കാമെന്ന് വെച്ചു. നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.